നമ്മളിന്ന് നോക്കുന്നത് മലയാളത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബന്ധുജനങ്ങൾ മുഴുവനുമേ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്ത് നിൽപ്പൂ, പ്രാണൻ്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടുകളാണ് പോലും. ഏത് കഥാപാത്രത്തിൻ്റേതാണ് ഈ വരികൾ? അതായത് ഒരു വരികൾ തന്നിട്ട് അത് ചിലപ്പോൾ ഏത് കവിതയിലെയാണ് അല്ലെങ്കിൽ ആരാണ് എഴുതിയത് എന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ വരികൾ ഏത് കഥാപാത്രത്തിൻ്റേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. രമണൻ, ചന്ദ്രിക, ഭാനുമതി, മദനൻ. ഇത് രമണൻ, ചന്ദ്രിക, ഭാനുമതി, മദനൻ. ഇതാണ് നമ്മുടെ 4 ഓപ്ഷൻസ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ഉത്തരവായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ വരികൾ പറഞ്ഞത് ഏത് കഥാപാത്രമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ അറിയാം. അതായത് രമണൻ, ചന്ദ്രിക, ഭാനുമതി, മദനൻ എന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ 1936 പുറത്തു വന്ന രമണൻ എന്ന ഭാവകാവ്യത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ്. ആരൊക്കെ? രമണനും ചന്ദ്രികയും ഭാനുമതി. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ വരികൾ ഏത് കഥാപാത്രത്തിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, അതായത് രമണൻ എന്ന ഒരു നിർധനനായ ഇടയുവാവ് ചന്ദ്രിക എന്ന ധനിക യുവതിയായിട്ട് പ്രേമത്തിലാവുന്നു. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് അച്ഛൻ്റെ വാക്ക് കേട്ട് ചന്ദ്രിക അതിൽ നിന്ന് പിന്മാറുമ്പോൾ രമണൻ ആ സങ്കടത്തിൽ ആത്മഹത്യ ചെയ്യുന്നൊക്കെയാണ് ഈ കാവ്യത്തിൻ്റെ പ്രമേയം. അപ്പോൾ അതിൽ രമണന് ഒരു കൂട്ടുകാരൻ എന്ന രീതിയിലുണ്ടായിരുന്നതാണ് മദനൻ. അതുപോലെ ചന്ദ്രികയുടെ തോഴിയായിരുന്നു ഭാനുമതി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വരികൾ, അതായത് ബന്ധുജനങ്ങൾ മുഴുവനുമേ പ്രേമബന്ധത്തിൽ എന്നോട് എതിർത്ത് നിൽപ്പൂ, പ്രാണൻ്റെ ബന്ധവും തൂക്കി നോക്കുന്നത് നാണയത്തുട്ടുകളാണ് പോലും. അപ്പോൾ ഈ വരികൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചന്ദ്രികയാണ്. അപ്പം ഇത് ഏത് കഥാപാത്രത്തിൻ്റെ വരികളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചന്ദ്രിക പറഞ്ഞ വരികളാണ്, അതായത് രമണനോടായിട്ട് പറഞ്ഞ വരികളാണ് ഈ തന്നിരിക്കുന്നത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, കാക്കനാടൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? നമ്മൾ എല്ലാവരും കേട്ടുപരിചയമുള്ളതും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് തൂലികാനാമങ്ങൾ കവികളുടെയൊക്കെ. കാക്കനാടൻ എന്നത് ആരുടെ തൂലികാനാമമാണ് ചോദിച്ചിരിക്കുന്നത്? ആരുടേതാണ്? വി അയ്യപ്പൻ്റെ ആണോ, ചെറിയാൻ മാപ്പിളയുടെ ആണോ, പി സച്ചിദാനന്ദൻ്റെ ആണോ, ജോർജ് വർഗീസിൻ്റെ ആണോ? ഉത്തരവായിട്ട് വരുന്നത് ജോർജ് വർഗീസാണ്. അതായത് ജോർജ് വർഗീസാണ് കാക്കനാടൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജോർജ് വർഗീസ് കാക്കനാടൻ എന്നാണ് മുഴുവൻ പേര്. നമ്മൾ നോവലുകളുടെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, 4ാം തലമുറയിൽപ്പെട്ട നോവലിസ്റ്റുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ജോർജ് വർഗീസ് കാക്കനാടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൂലികാനാമമായിട്ട് അന്ന് അവിടെ പറഞ്ഞായിരുന്നു കാക്കനാടൻ എന്നാണ് അറിയപ്പെടുന്നത്. മുഴുവൻ പേരാണ് ജോർജ് വർഗീസ് കാക്കനാടൻ. അങ്ങനെയാണെങ്കിൽ വി അയ്യപ്പൻ്റേതോ നമ്മൾ കേട്ടുപരിചയമുള്ളതാണ്. വി അയ്യപ്പൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കോവിലൻ എന്ന തൂലികാനാമത്തിലാണ് ആരറിയപ്പെടുന്നത്? വി അയ്യപ്പൻ. ചെറിയാൻ മാപ്പിള അറിയപ്പെടുന്നതോ ക്രൈസ്തവ കാളിദാസൻ, അല്ലെങ്കിൽ കട്ടക്കയം ചെറിയാൻ മാപ്പിള എന്നറിയപ്പെടുന്നത്. പിന്നെയുള്ളത് പി സച്ചിദാനന്ദൻ. നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ് ആനന്ദ്. പി സച്ചിദാനന്ദൻ്റേതാണ് ആനന്ദൻ. അപ്പോൾ വി അയ്യപ്പൻ്റേത് കോവിലൻ, ചെറിയാൻ മാപ്പിളയുടേത് ക്രൈസ്തവ കാളിദാസൻ, പി സച്ചിദാനന്ദൻ്റേത് ആനന്ദ്. ജോർജ് വർഗീസിൻ്റെ ഏതായിരുന്നു? കാക്കനാട്. വി അയ്യപ്പൻ്റേത് കോവിലൻ, ചെറിയാൻ മാപ്പിളയുടേത് ക്രൈസ്തവ കാളിദാസൻ, പി സച്ചിദാനന്ദൻ്റേത് ആനന്ദ്. ഇതാണ് ആ ഓപ്ഷനിൽ തന്നിരിക്കുന്ന നമ്മുടെ 4 പേരുടെയും തൂലികാനാമങ്ങൾ. അപ്പോൾ നമ്മൾ തൂലികാനാമങ്ങൾ പൊതുവെ പഠിച്ചു പോകുന്നതാണ്. ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാൻ കുറച്ചുപേരുടെ തൂലികാനാമങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. നമുക്കത് പറഞ്ഞു പോവാം. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥയേത്? അതായത് ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ കഥയാണോ, കർമ്മഗതിയാണോ, ഹൃദയരാഗങ്ങളാണോ, ഓർമ്മകളുടെ ലോകത്തിൽ എന്നുള്ളതാണോ, ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഹൃദയരാഗങ്ങളാണ് ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കഥ എന്നറിയപ്പെടുന്ന ആരുടെ ആത്മകഥയാണ്? എൻ്റെ കഥ എന്ന് പറയുന്നത് കമലാ സുരയ്യയുടെ ആത്മകഥയാണ് എൻ്റെ കഥ. അതുപോലെ കർമ്മഗതി എന്ന് പറയുന്നത് MK സാനു. ഓർമ്മകളുടെ ലോകത്തിൽ എന്ന് പറയുന്ന ആരുടേതാണ്? P
പി കേശവദേവ്. നമ്മളോട് ക്വസ്റ്റ്യന് ചോദിച്ചിരുന്നത് ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥയാണ്. നമുക്ക് പറയാൻ പറ്റില്ല ആരുടെ ആത്മകഥയാണ് ചോദിക്കുന്നത്. നമുക്ക് കുറേ പേരുടെ ആത്മകഥകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ ഏതായിരുന്നു? ഹൃദയരാഗങ്ങളായിരുന്നു ജോർജ് ഓണക്കൂറിൻ്റെ ആത്മകഥ. എൻ്റെ കഥ എന്ന് പറയുന്ന ആരുടേതാണ്? കമലാ സുരയ്യയുടേത്. കർമ്മഗതി എന്ന് പറയുന്നത് ആരുടേതാണ്? MK സാനു. ഓർമ്മകളുടെ ലോകത്തിൽ എന്ന് പറയുന്നത് പി കേശവദേവ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ആത്മകഥകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? അതായത് 4 ഓപ്ഷനിൽ 4 പദങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ കണ്ണുനീർ എന്നർത്ഥം വരുന്ന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോഭം, ലോചനം, അക്ഷി, ലോചം. ഇതിലേതാണ് കണ്ണുനീർ എന്ന അർത്ഥം വരുന്ന പദം? ഏതായിരിക്കും കണ്ണുനീർ എന്ന അർത്ഥം വരുന്ന പദം? ഓപ്ഷൻ ഡി ലോചമാണ് കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം. നമുക്കറിയാം അക്ഷി എന്ന് പറയുന്നത് എന്താ? എല്ലാവർക്കും അറിയാവുന്നതാണ്. അക്ഷി എന്ന് പറയുന്നത് എന്താണ്? കണ്ണ്. കണ്ണ് എന്നർത്ഥം വരുന്ന പദമാണ് അക്ഷി. അതുപോലെ തന്നെ ലോചനവും കണ്ണ് എന്നർത്ഥം വരാറുണ്ട്. പിന്നെ കാഴ്ച എന്നുള്ളൊരു അർത്ഥവും ലോചനത്തിന് വരാറുണ്ട്. അക്ഷി എന്നുള്ളത് കണ്ണ്, ലോചനത്തിൻ്റേതും കണ്ണും വരും, കാഴ്ചയും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോഭം എന്ന് പറയുന്ന അത്യാഗ്രഹം അല്ലെങ്കിൽ പിശുക്ക് അല്ലെങ്കിൽ പണക്കൊതി എന്നുള്ള ആ ഒരു ഇതിന് വരുന്ന അർത്ഥമാണ് ലോഭം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കണ്ണുനീർ എന്നർത്ഥം വരുന്ന പദം ഇതിൽ കൃത്യമായിട്ട് ഏതാണ്? ലോചമാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന വാക്യത്തിൽ തെറ്റായിട്ടുള്ള ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു വാക്യം തന്നിട്ടുണ്ട്, അതിലെ ഏത് ഭാഗമാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഇതിലെ തെറ്റായിട്ടുള്ള വാക്ക് ഏതാ വരുന്നത്? ഏതാണ് തെറ്റായിട്ടുള്ള വാക്ക്? നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം. എല്ലാ മാസം തോറും. ഇത് ഓപ്ഷൻ എ ആണ് തെറ്റ്. ഇത് എല്ലാ മാസം തോറും നിശ്ചിത തുക ബാങ്കിൽ നിക്ഷേപിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. ഇത് എല്ലാ മാസം തോറും അത് തെറ്റാണ്. അങ്ങനെ നമ്മൾ പറയാറില്ല. ഒന്നെങ്കിൽ പൊതുവെ എല്ലാ മാസവും, അല്ലെങ്കിൽ മാസം തോറും, അല്ലെങ്കിൽ ഓരോ മാസവും, അങ്ങനെയാണ് പറയുന്നത്. അതായത് എല്ലാ മാസം തോറും എന്ന് പറയാറില്ല. കാരണം മാസം തോറും എന്ന് പറയുമ്പോൾ തന്നെ അതിലർത്ഥം വരുന്നതാണ് എല്ലാ മാസവും, ഓരോ മാസവും, അതിന് അർത്ഥം വരുന്നതാണ്. അപ്പോൾ അത് എല്ലാ മാസം തോറും എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിനെ എല്ലാ മാസവും, അല്ലെങ്കിൽ ഓരോ മാസവും, അല്ലെങ്കിൽ മാസം തോറും എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയാണ് അത് കൃത്യമായിട്ട് ആ വാക്യം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെറ്റായ ഭാഗം എന്ന് പറയുന്നത് എല്ലാ മാസം തോറും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പേരുടെ തൂലികാനാമം നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 5-6 പേരുടെയും കൂടെ തൂലികാനാമങ്ങൾ എടുത്തിട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. വിലാസിനി എന്ന് പറയുന്ന എല്ലാവർക്കും കേട്ടുപരിചയമുള്ളതാണ്. ആരാണ് വിലാസിനി എന്നുള്ള തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? MK മേനോൻ. തിക്കൊടി എന്നറിയപ്പെടുന്നത് P കുഞ്ഞനന്ദൻ നായർ. ഏകലവ്യൻ എന്നറിയപ്പെടുന്നതോ KM മാത്യു. കുറ്റിപ്പുറം എന്നറിയപ്പെടുന്നത് കേശവൻ നായർ. ഉറൂബ് നമ്മൾ പൊതുവെ എപ്പോഴും കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അതായത് ജ്ഞാനപീഠ പുരസ്കാരം ഏറ്റവും അവസാനം ലഭിച്ച മലയാളത്തിലെ കവിയാരാ? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയായിരുന്നു. പിന്നെ നന്ദനാർ എന്നറിയപ്പെടുന്ന PC ഗോപാലൻ. കോവിലൻ നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ആര്? VV അയ്യപ്പൻ. കാക്കനാടൻ ജോർജ് വർഗീസ്. ആനന്ദ് P സച്ചിദാനന്ദൻ. സിനിക്ക് എന്നറിയപ്പെടുന്ന ആരാ? M വാസുദേവൻ നായർ. പാല എന്നറിയപ്പെടുന്ന നാരായണൻ നായർ. പിന്നെ നമ്മൾ ഒരാളെയും കൂടെ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നല്ലോ. ആരായിരുന്നു? ചെറിയാൻ മാപ്പിള. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ക്രൈസ്തവ കാളിദാസൻ, അല്ലെങ്കിൽ കട്ടക്കയം ചെറിയാൻ മാപ്പിള എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത് നമ്മൾ ആത്മകഥകൾ പറഞ്ഞായിരുന്നു. ആരുടെയൊക്കെ ആത്മകഥകൾ പറഞ്ഞായിരുന്നു? ജോർജ് ഓണക്കൂറിൻ്റെ ഹൃദയരാഗങ്ങൾ, അത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു. പിന്നെ എൻ്റെ കഥ ആരുടേതായിരുന്നു? കമലാ സുരയ്യയുടേത്. കർമ്മഗതി എന്ന് പറയുന്നത് MK സാനു. ഓർമ്മകളുടെ ലോകത്തിൽ ആരുടേതായിരുന്നു? P കേശവദേവ്. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് ആത്മകഥകൾ എഴുതിയിട്ടുണ്ട്. ആരുടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. അഗ്നിച്ചിറകുകൾ അല്ലെങ്കിൽ വിങ്സ് ഓഫ് ഫയർ ആരുടെ? APJ അബ്ദുൽ കലാമിൻ്റെ. ആൻ ഓട്ടോബയോഗ്രഫി ജവഹർലാൽ നെഹ്റു. ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേല. എൻ്റെ നാടുകടത്തിൽ സ്വദേശ അഭിമാനി രാമകൃഷ്ണപിള്ള.
എൻ്റെ വഴിത്തിരിവ്, പൊൻകുന്നമൊക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ആത്മകഥകളേ ഉള്ളൂ. ബാക്കി നമുക്ക് ഓരോ ദിവസവും ഒരു കുറച്ച് ആത്മകഥകൾ വെച്ച് പഠിച്ചു പോകാം. നമുക്ക് ക്വസ്റ്റ്യനിൽ പറയാൻ പറ്റത്തില്ല ഏത് ആത്മകഥയാണ് അല്ലെങ്കിൽ ആരുടെ തൂലികാനാമമാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരികൾ തന്നിട്ട് ചോദിച്ചിരുന്നു, തൂലികാനാമം ചോദിച്ചിരുന്നു, പിന്നെ ആത്മകഥയും ചോദിച്ചിരുന്നു, പിന്നെ ഒരു വാക്യം തന്നിട്ട് അതിൽ തെറ്റായ ഭാഗം ഏതാണെന്ന് കണ്ടെത്താനുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസുകൾ.